രാജ്യത്ത് വിമാന ഇന്ധനത്തിന്റെ കരുതൽ ശേഖരം ഒരു മാസത്തേക്ക് മാത്രം. വിമാന ഇന്ധനത്തിന്റെ വില വർധന കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്. ഈ സാഹചര്യം നമ്മുടെ ആകാശയാത്രയെ എത്രമാത്രം ബാധിക്കും? നിലവിൽ സർവീസ് നിർത്തേണ്ട സാഹചര്യമാണുള്ളതെന്നും കമ്പനികൾ. ഇത് ഏറെ ആശങ്ക ഉണ്ടാക്കുകയാണ്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എയർലൈൻസ് വ്യോമയാന മന്ത്രാലയത്തോട് അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഉയർന്ന ഇന്ധനവില കാരണം കടുത്ത പ്രതിസന്ധി നേരിടുന്നതായി ആഭ്യന്തര വിമാന കമ്പനികൾ. വിമാന ഇന്ധനവില നിർണ്ണയം പരിഷ്കരിക്കണമെന്നും സാമ്പത്തിക പിന്തുണ വേണമെന്നും എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് കമ്പനികൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധനവില കൂടാനിടയാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ വ്യോമപാതകളിലും തടസ്സം നേരിടുന്നു. രണ്ടും ചേർന്ന് കമ്പനികളുടെ പ്രവർത്തന ചെലവ് ഗണ്യമായി വർദ്ധിച്ചു. ഇന്ധന ചെലവാണ് കമ്പനികളുടെ പ്രവർത്തന ചെലവിൽ 40%. ഈ സാഹചര്യത്തിൽ മുൻകാലങ്ങളിലെ പോലെ ഇന്ധന വില നിർണ്ണയ സംവിധാനം ആഭ്യന്തര അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾക്ക് ഒരുപോലെയാക്കണമെന്ന് FIA ആവശ്യപ്പെട്ടു. വിമാന ഇന്ധനവില അനിശ്ചിതമായി കൂടുന്നത് വിമാന കമ്പനികൾക്ക് അപ്രതീക്ഷിത നഷ്ടമുണ്ടാക്കുന്നുവെന്നും കമ്പനികൾ പറയുന്നു. നിലവിലെ പ്രതിസന്ധി വ്യോമയാന വ്യവസായത്തെ തകർച്ചയുടെ വക്കിലെത്തിച്ചതായും അത് മറികടക്കാൻ അടിയന്തര സാമ്പത്തിക സഹായം നൽകണമെന്നും കേന്ദ്രത്തിന് അയച്ച കത്തിൽ ഫെഡറേഷൻ അറിയിച്ചു. ഹോർമൂസ് ഉപരോധവും വ്യോമയാന മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ക്രാക്ക് ബാൻഡ് സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യമുണ്ട്. ആഭ്യന്തര അന്തർദേശീയ വിമാന സർവീസുകൾക്ക് ഏകീകൃത ഇന്ധനവില നിർണ്ണയിക്കുന്ന സംവിധാനമാണ് ക്രാക്ക് ബാൻഡ്. ഒപ്പം ഇന്ധനത്തിന് ചുമത്തിയിരിക്കുന്ന 11% എക്സൈസ് ഡ്യൂട്ടി കൂടെ താൽക്കാലികമായി ഒഴിവാക്കി നൽകാനും അഭ്യർത്ഥനയുണ്ട്. നിലവിൽ അന്താരാഷ്ട്ര സർവീസുകളുടെ ഇന്ധനവില ലിറ്ററിന് 73 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കേണ്ട സാഹചര്യമാണെന്നാണ് വിമാന കമ്പനികൾ അറിയിക്കുന്നത്. അതിനൊപ്പം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടായതും വിമാന കമ്പനികളെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടന്ന് സുസ്ഥിരമായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി അടിയന്തരമായ ഇടപെടലുണ്ടാകണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. വിമാന ഇന്ധനത്തിലുള്ള എക്സൈസ് തീരുവ താൽക്കാലികമായി ഒഴിവാക്കി നൽകണമെന്നതാണ് മറ്റൊരാവശ്യം. 60 ദിവസത്തേക്കുള്ള ഇന്ധനമുണ്ടെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു മാർച്ച് അവസാന വാരം പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. എന്നുവെച്ചാൽ രാജ്യത്ത് വിമാനഇന്ധനത്തിന്റെ കരുതൽ ശേഖരം ഒരു മാസത്തേക്ക് മാത്രമാണുള്ളത്. ലോകത്ത് ഏറ്റവും തിരക്കുള്ള വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഡൽഹി. 7.9 കോടി പേരാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡൽഹി വഴി യാത്ര ചെയ്തത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയ ശേഷം ആഗോളതലത്തിൽ വിമാന ഇന്ധനവില ഇരട്ടിയായി. പശ്ചിമേഷ്യൻ സംഘർഷം നമ്മുടെ അടുക്കള വരെ എത്തിയത് നാം അനുഭവിച്ചു. ഈ പോക്ക് പോയാൽ നമ്മുടെ ആകാശയാത്ര പൊള്ളുന്നതാകും. കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു.